കൂട്ടുകാരെ, ഞാൻ മഹാഭാരതത്തിലെ കർണനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കർണൻ മഹാഭാരതത്തിലെ സർവശ്രേഷ്ഠനായ ധനുർധാരിയാണ്. കർണൻ ദാനശീലത്തിലും മറ്റു ആരെക്കാളിലും വലിയ മനസ്സുള്ളൊരു വ്യക്തിയും കൂടെയായിരുന്നു. ആ കർണനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അംഗദേശത്തിൻ്റെ രാജാവായി മാറിയ കർണൻ്റെ ബാല്യകാലം വളരെയധികം യാതനകളും കഷ്ടതകളും നിറഞ്ഞതായിരുന്നു. കർണനെ എല്ലാവരും സൂതപുത്രനെന്ന് വിളിച്ച് അപമാനിക്കുമായിരുന്നു. സൂര്യപുത്രനായി ജനിച്ചെങ്കിലും കർണൻ അതിരഥൻ്റെ പുത്രനായിട്ടാണ് വളർന്നു വന്നത്, തേര് തെളിക്കുന്ന അതിരഥൻ്റെ പുത്രനായിട്ട്. ആ സമയം കർണനെ അസ്ത്രശസ്ത്ര വിദ്യകൾ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അസ്ത്രശസ്ത്ര വിദ്യകൾ പഠിക്കാൻ കർണൻ ഗുരുകുലങ്ങൾ അന്വേഷിച്ച് പല സ്ഥലങ്ങളിൽ നടന്ന് അങ്ങനെ അവസാനം ഒരു ഗുരുവിൻ്റെ അടുത്തെത്തിയപ്പം ആ ഗുരുദേവൻ കർണനോട് ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ കർണൻ പറയും, ഞാൻ അതിരഥൻ്റെ പുത്രനാണ്, സൂതൻ്റെ പുത്രനാണ് എന്ന് പറയും. അപ്പോൾ ആ ഗുരു പറയും, സൂതന്മാർക്ക് രഥം തെളിക്കുക അല്ലാതെ അസ്ത്രവിദ്യകൾ പഠിക്കാനുള്ള അവകാശം ഇല്ലെന്നുള്ള കാര്യം നിനക്കറിയാൻ മേലെ പുത്ര, അതുകൊണ്ട് നീ പോയാലോ എന്ന് പറയും. അപ്പം കർണൻ പറയും, എനിക്കിത് പഠിക്കണം ഗുരുദേവ, എൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറയും. അപ്പോൾ പുള്ളി പറയും, ഞാൻ ധനുർവിദ്യ ഒന്നും പഠിപ്പിക്കാറില്ല, ഇവിടെയുള്ള കുട്ടികളുടെ വേടന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ ഈ മൃഗയ എന്ന് പറയുന്ന വിനോദത്തിന് വേണ്ടിയിട്ടുള്ള മാത്രം വിദ്യകളെ ഞാൻ പകർന്നു കൊടുക്കാറുള്ളു. എനിക്ക് ഈ ധനുർവിദ്യകൾ അറിയത്തില്ല പുത്ര എന്ന് പറയാം. അതിന് നീ ഋഷഭ നദീ തീരത്ത് ദ്രോണാചാര്യരെന്ന് പറയുന്നൊരു ഗുരുദേവനുണ്ട്, അദ്ദേഹത്തെ പോയി കണ്ടാലും അദ്ദേഹം നിനക്ക് ചിലപ്പോൾ വിദ്യകൾ പഠിപ്പിച്ചു തരുമെന്ന് പറയും. അങ്ങനെ കർണൻ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ ദ്രോണാചാര്യർ അസ്ത്രവിദ്യകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാണ്ഡവർക്കും കൗരവർക്കും. അപ്പോൾ അവരെല്ലാവരും അസ്ത്രങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അർജുനൻ്റെ അസ്ത്രം ചെന്ന് കർണൻ്റെ കവചത്തിൽ കൊണ്ട് അസ്ത്രം രണ്ടായിട്ട് ഒടിഞ്ഞു വീഴും. അപ്പോൾ ഇത് കാണുമ്പം ദ്രോണാചാര്യർക്ക് ഒരു ആശ്ചര്യം തോന്നും. ദ്രോണാചാര്യർ ചോദിക്കും, നീ ആരാണ് പുത്ര, എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കും. അപ്പോൾ കർണൻ പറയും, ഞാൻ ഗുരുദേവനെ അന്വേഷിച്ച് വന്നതാണ്, ഞാനൊരു സൂതൻ്റെ പുത്രനാണ്, അതിരഥൻ എന്നാണ് എൻ്റെ പിതാവിൻ്റെ പേര്, ഞാനിവിടെ അങ്ങയിൽ നിന്നും വിദ്യകൾ അഭ്യസിക്കാൻ വേണ്ടി വന്നതെന്ന് പറയും. അപ്പം ദ്രോണാചാര്യർ പറയും, അത് നിനക്ക് ഞാൻ വിദ്യകൾ അഭ്യസിപ്പിക്കാൻ പറഞ്ഞു തരാൻ സാധിക്കത്തില്ല, കാരണം രഥം ഓടിക്കുക എന്നുള്ളതാണ് സൂതന്മാർക്ക്, രഥം തെളിക്കുക എന്നുള്ളതാണ് അവരുടെ ഇത്, അല്ലാതെ ഒരിക്കലും അസ്ത്രശസ്ത്ര വിദ്യകൾ പഠിക്കാനുള്ള അവകാശമില്ല, അതുകൊണ്ട് നീ മടങ്ങിപ്പോയാലോ എന്ന് പറയും. അപ്പോൾ കർണൻ പറയും, മാതാവിൻ്റെ സ്നേഹത്തെയും പിതാവിൻ്റെ വാത്സല്യത്തെയും ഒരിക്കലും ആർക്കും വേർതിരിച്ച് കാണാനൊന്നും സാധിക്കത്തില്ല. ഞാനൊരു സൂതനായതോ അല്ല, എനിക്ക് ഒരു അപമാനവും തോന്നുന്നില്ല. ഞാൻ ഈ നിങ്ങൾക്ക് വിദ്യ അഭ്യസിപ്പിച്ചു തന്ന ഗുരു ആയ പരശുരാമൻ്റെ അടുത്ത് നിന്ന് വിദ്യകൾ അഭ്യസിച്ചിട്ട് ഈ ഭാരതവർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ധനുർധാരിയായിട്ട് മടങ്ങി വരുന്നതായിരിക്കും എന്ന് പറയും. അങ്ങനെ കർണൻ അവിടുന്ന് പോകും. കർണൻ അവിടുന്ന് പോയി പരശുരാമനെ കാണും, പരശുരാമൻ്റെ അടുത്ത് ചെല്ലും. കർണൻ ചെല്ലുന്നത് ഇങ്ങനെയാണ്, കർണൻ്റെ മുടിയെല്ലാം മുണ്ടനം ചെയ്ത് തലയെല്ലാം മുട്ടയടിച്ച് അതുപോലെ വേഷങ്ങളൊക്കെ മാറ്റി ഒരു ബ്രാഹ്മണൻ്റെ രൂപത്തിലാണ് കർണൻ അവിടേക്ക് ചെല്ലുന്നത്. അപ്പം പരശുരാമൻ ചോദിക്കും, പുത്ര നീ ആരാണെന്ന് ചോദിക്കും. അപ്പം കർണൻ പറയും, ഞാനൊരു ബ്രാഹ്മണനാണ് ഭഗവാൻ എന്ന് പറയും. അപ്പോൾ എന്താ നീ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം കർണൻ പറയും, ഞാൻ അങ്ങയിൽ നിന്ന് അസ്ത്രവിദ്യകൾ പഠിക്കാൻ വേണ്ടി, ധനുർവിദ്യകൾ പഠിക്കാൻ വേണ്ടി വന്നതാണ് ഗുരുദേവ എന്ന് പറയും. അപ്പോൾ പരശുരാമൻ പറയും, ഞാൻ എൻ്റെ അസ്ത്രങ്ങളെല്ലാം ദാനമായിട്ട് കൊടുത്തിരിക്കുകയാണ്, എനിക്ക് നിന്നെ വിദ്യ അഭ്യസിപ്പിക്കാനാവത്തില്ല പുത്ര, എന്നാലും നിൻ്റെ ഈ മുഖത്ത സൂര്യൻ്റെ തേജസ് കാണുമ്പം നിന്നെ വിദ്യ അഭ്യസിപ്പിക്കാതിരിക്കാനും എനിക്ക് സാധിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് പരശുരാമൻ വിദ്യകൾ, കർണന് അസ്ത്രവിദ്യകൾ ധനുർവിദ്യകളെല്ലാം പകർന്നു കൊടുക്കുവാണ്. അവസാനം എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കർണന് ഒരു അസ്ത്രം സൂര്യനെ പോലെ ആകാശത്തിലിങ്ങനെ നിർമ്മിച്ച് കൃത്രിമമായിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പം കർണൻ ചോദിക്കും, ഭഗവാൻ ഇത് അങ്ങ് സൂര്യനെയും നിർമ്മിച്ചിരിക്കുകയാണല്ലോ എന്ന് ചോദിക്കും. അപ്പം പരശുരാമൻ പറയുന്നത് ഇങ്ങനെയാണ്, നീ എപ്പോൾ ഇതുപോലെ കൃത്രിമമായി സൂര്യനെ നിർമ്മിക്കുന്ന ആ സമയം നിൻ്റെ ധനുർവിദ്യ പൂർണ്ണമാകുന്നതാണ്, അന്ന് നിന്നെ ഈ ലോകം മുഴുവൻ അംഗീകരിക്കുകയും ചെയ്യും പുത്ര എന്ന് പറയും. അങ്ങനെ കർണൻ കുറച്ച് വർഷങ്ങൾ അത് പരിശീലിച്ചതിന് ശേഷം കർണനും അതുപോലെ തന്നെ സൂര്യനെ കൃത്രിമമായി നിർമ്മിക്കും. അങ്ങനെ
കർണൻ ആകാശത്ത് സൂര്യനെ നിർമ്മിച്ച് കഴിയുമ്പോൾ കർണൻ്റെ ധനുർവിദ്യ പൂർണ്ണമാവും. കർണൻ ഗുരുദേവൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഗുരുദേവൻ ഒരു പരുക്കനായ സ്ഥലത്ത് ഒരു പാറപ്പുറത്ത് കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പം കർണൻ വന്നിട്ട് പറയും, ഗുരുദേവ, എനിക്ക് അങ്ങേ പരിചരിക്കാനുള്ള ഒരു അവസരം തന്നാലും എന്ന് പറഞ്ഞിട്ട് ഗുരുദേവനെ കർണൻ സ്വന്തം അടിത്തട്ടിൽ തലവെച്ച് കിടക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഗുരുദേവൻ കർണൻ്റെ മടിയിൽ കിടന്ന് അങ്ങനെ ഉറങ്ങും. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർണൻ്റെ കാലിൽ ഒരു വണ്ട് വന്ന് കടിക്കും. ആ വണ്ടിൻ്റെ കടിക്കുന്ന വേദന ഉണ്ടായിട്ടും കർണൻ അങ്ങനെ അനങ്ങാതിരിക്കും. കുറച്ച് കഴിയുമ്പം രക്തം വാർന്നൊഴുകാൻ തുടങ്ങും. ആ രക്തം പരശുരാമൻ്റെ മുഖത്ത് നനയുമ്പം പരശുരാമൻ ഞെട്ടി എഴുന്നേറ്റിട്ട് ചോദിക്കും, പുത്ര, എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിക്കും. നിൻ്റെ മേലെല്ലാം മുറിഞ്ഞിട്ടുണ്ടല്ലോ, എങ്ങനെ സംഭവിച്ചതാണെന്ന് ചോദിക്കും. അപ്പം കർണൻ പറയും, എന്നെ ഒരു വണ്ട് കടിച്ചാണ് ഭഗവാനെ. ഞാൻ അങ്ങേ ഉറക്കത്തിൽ നിന്ന് ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി ശബ്ദം വെക്കാതിരുന്നതെന്ന് പറയും. അപ്പം പരശുരാമൻ പറയും, ഒരു ബ്രാഹ്മണന് ഇത്രയും വേദനകൾ സഹിക്കാനുള്ള ഒരിതില്ല. നീ എങ്ങനെ ഇത്രയും വേദന സഹിച്ച്? നീ ശരിക്കും ആരാണ് പുത്ര എന്ന് ചോദിക്കും. അപ്പം കർണൻ പറയും, ഞാൻ ഒരു സൂതപുത്രനാണ് ഭഗവാൻ എന്ന് പറയും. അപ്പോൾ ഇത് കേട്ടിട്ട് പരശുരാമൻ പറയും, നീ ചതിയിലൂടെയാണല്ലേ അപ്പോൾ വിദ്യ പ്രാപ്തമാക്കിയത്. പുത്ര, ഇത് എൻ്റെ ശാപമായിട്ട് നീ കരുതേണ്ട. എന്നാലും നീ പഠിച്ച വിദ്യകളെല്ലാം നിനക്ക് ആവശ്യം വരുന്ന സമയത്ത് നിന്നെ വിട്ട് പോകുന്നതായിരിക്കും. നിനക്ക് ഒന്നും തന്നെ ഓർമ്മയിൽ നിൽക്കത്തില്ല പുത്ര എന്ന് പറയും. അങ്ങനെ പരശുരാമൻ പറയുമ്പോൾ പരശുരാമൻ്റെ കാലിൽ വീണ് കർണൻ പറയും, എനിക്ക് എന്നെ അനുഗ്രഹിച്ചാലും ഭഗവാനെ, ഞാൻ അങ്ങയുടെ ശാപവും ശിരസാ വഹിച്ചിരിക്കുകയാണെന്ന് പറയും. ആ സമയം കർണനെ അനുഗ്രഹിച്ചുകൊണ്ട് പരശുരാമൻ പറയും, നീ എല്ലാ കാലത്തും എല്ലാവർക്കും ഒരു മാതൃകയായി മാറുന്നതാണ്. എല്ലാവർക്കും നീ ഒരു മാർഗദർശനമായിട്ട് മാറും. നിൻ്റെ ധനുർവിദ്യകളെ ഈ ലോകം അംഗീകരിക്കുകയും നിന്നെ എല്ലാവരും ആദരിക്കുകയും ചെയ്യുന്ന സമയം വരും. നീ ധനുർവിദ്യകൾ മറന്നു പോയെങ്കിൽ പോലും നിന്നെ ഈ ലോകത്തിലുള്ള എല്ലാവരും ശ്രേഷ്ഠനായ ധനുർധാരിയായി അംഗീകരിക്കുന്നതാണ് പുത്ര എന്ന് പറയും. അങ്ങനെ കർണനെ ആശീർവദിച്ച് ഗുരുദേവൻ പരശുരാമൻ അവിടുന്ന് പറഞ്ഞു വിടും. അങ്ങനെ കർണൻ അവിടുന്ന് പോയി ഹസ്തിനപുരത്തിലേക്ക് ചെല്ലും. ഹസ്തിനപുരത്തിലെത്തുന്ന സമയത്ത് അവിടെ ദ്രോണാചാര്യരുടെ ശിഷ്യന്മാരെ എല്ലാവരെയും ധനുർവിദ്യ അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഭീമനും ദുര്യോധനനും കൂടെയുള്ള യുദ്ധം കഴിഞ്ഞ് അവത്തിൽ ദുര്യോധനൻ ജയിച്ച് നിൽക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞ് അർജുനനുമായിട്ടുള്ള ദുര്യോധനൻ്റെ ഏറ്റുമുട്ടലാണ്. അപ്പോൾ അർജുനൻ ധനുസ്സെടുത്ത് അസ്ത്രമെയ്ത് ദുര്യോധനനെ ബന്ധനസ്ഥനാക്കും. ആ ബന്ധനത്തിൽ നിൽക്കുന്ന സമയത്ത് അർജുനൻ ഏറ്റവും വലിയ ധനുർധാരിയായിട്ട് അവിടെ പ്രഖ്യാപിക്കുന്ന സമയമാണ്. ആ സമയം അവിടേക്ക് അംഗരാജൻ കർണൻ അവിടേക്ക് വരുവാണ്. കർണൻ്റെ അസ്ത്രങ്ങൾ ദുര്യോധനൻ്റെ ബന്ധനത്തെ ഭേദിച്ചുകൊണ്ട് അതിൽ നിന്ന് ദുര്യോധനനെ മുക്തനാക്കും. അപ്പോൾ ദുര്യോധനൻ സ്വതന്ത്രനായി നിൽക്കുമ്പം അവിടേക്ക് കർണൻ വരുവാണ്. കർണൻ വരുമ്പം വന്നിട്ട് പറയും, അർജുനനെ ഏറ്റവും വലിയ ധനുർധാരിയായി പ്രഖ്യാപിക്കാൻ സാധിക്കത്തില്ല. കാരണം ഈ രാജ്യത്ത് വേറെയും ശ്രേഷ്ഠരായ വ്യക്തികളുണ്ട്. അവരെ ആയിട്ട് യുദ്ധം ചെയ്ത് അർജുനൻ ജയിച്ചാൽ മാത്രമേ അർജുനനെ അങ്ങനെ ശ്രേഷ്ഠനായിട്ട് പറയാൻ പറ്റുള്ളൂ. ഞാനും ഒരു ധനുർധാരിയാണ്, അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കർണൻ അവിടേക്ക് വരുവാണ്. അപ്പോൾ മന്ത്രി വിതുരർ ചോദിക്കും, നീ ആരാണ് പുത്ര എന്ന് ചോദിക്കും. നീ രാജാവാണോ എന്ന് ചോദിക്കും. അല്ല, ഞാൻ രാജാവല്ല, ഞാൻ ഒരു സൂതൻ്റെ പുത്രനാണ്, അതിരഥൻ്റെ പുത്രനാണെന്ന് പറയും. അപ്പം സൂതന്മാർക്ക് രഥം തെളിക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. യുദ്ധവിദ്യകൾ പഠിക്കാനോ അല്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കാനോ ഉള്ള അവസരം ലഭിക്കത്തില്ലെന്നുള്ള കാര്യം നിനക്കറിയത്തില്ല. അർജുനനുമായിട്ട് യുദ്ധം ചെയ്യണമെങ്കിൽ നീയും ഒരു രാജാവാണോ, എങ്കിൽ മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. നീ മടങ്ങിപ്പോയാലും എന്ന് അവിടെ ഉള്ളവർ പറയും. അപ്പോൾ സൂതപുത്രൻ മടങ്ങിപ്പോയാലും എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്ന ആൾക്കാരും എല്ലാവരും വിളിച്ചു പറഞ്ഞുകൊണ്ട് കർണനെ അപമാനിച്ച് പറഞ്ഞയക്കുവാണ്. അപ്പോൾ ആ സമയത്ത് മിത്രമേ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ദുര്യോധനൻ അവിടെ കർണനെ നിർത്തിയിട്ട് പറയുവാണ്. ദുര്യോധനൻ പറയും, ഞാൻ നിന്നെ അംഗരാജ്യത്തിൻ്റെ രാജാവായി പ്രഖ്യാപിച്ചിരിക്കുക എന്ന് പറയും. അപ്പം മന്ത്രി വിതുരർ പറയും, നിനക്കങ്ങനെ പ്രഖ്യാപിക്കാൻ സാധിക്കത്തില്ല ദുര്യോധന, കാരണം നീ ഒരു രാജാവല്ല, അതുകൊണ്ട് തന്നെ നിനക്ക് അതിന് സാധിക്കത്തില്ല. ഒരു രാജാവിന് മാത്രമേ അങ്ങനെ പ്രഖ്യാപിക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ചക്രവർത്തി ആവണം, എങ്കിൽ മാത്രമേ അങ്ങനെ പ്രഖ്യാപിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയും.
അപ്പോൾ കർണൻ്റെ അടുത്ത് അവിടേക്ക് ധൃതരാഷ്ട്രർ വന്നിട്ട് പറയും, ദുര്യോധനൻ്റെ പിതാവായ ധൃതരാഷ്ട്രർ വന്നിട്ട് പറയും, എൻ്റെ പുത്രൻ പറഞ്ഞതുപോലെ ഞാൻ നിന്നെ അംഗദേശത്തിൻ്റെ രാജാവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് പറയും. നിനക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാവുന്നതാണെന്ന് പറയും. ആ സമയം ദുര്യോധനൻ കൈയുടെ വിരൽ ഇങ്ങനെ കടാര കൊണ്ടൊന്ന് മുറിച്ചിട്ട് അവിടുന്ന് രക്തം കൊണ്ട് കർണൻ്റെ നെറ്റിക്ക് തിലകം ചാർത്തി കൊടുക്കും. എന്നിട്ട് ദുര്യോധനൻ പറയും, ഞാൻ എൻ്റെ പിതാവ് നിനക്ക് തന്നിരിക്കുന്ന ഈ സ്ഥാനം എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ നിനക്ക് അത് സംരക്ഷിച്ച് നിർത്തുന്നതായിരിക്കും, നീ എന്നും എൻ്റെ മിത്രമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കർണൻ്റെ അടുത്ത് പറയുവാണ്. അപ്പം അംഗരാജൻ കർണൻ പറയുവാണ്, എന്നെ എല്ലാവരും അപമാനിച്ച ഈ സമയത്ത് നിങ്ങളെന്നെ സഹായിച്ച് കൂടെ നിന്നതിന് ഞാൻ നിങ്ങളോട് എപ്പോഴും കടപ്പാടുള്ളവനായിരിക്കും എന്ന് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യവും ഞാൻ കേട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായിരിക്കും എന്നൊക്കെ പറയും. അങ്ങനെ പറയുമ്പം കർണൻ്റെ അടുത്ത് ദുര്യോധനൻ പറയും, മിത്രമേ, നീ അങ്ങനെ പറയണതും കാരണം നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മിത്രമായിട്ടാണ് കാണുന്നത്. നീ എൻ്റെ കൂടെ ഒരു മിത്രമായിട്ട് നിന്നാൽ എനിക്ക് അത് തന്നെ പര്യാപ്തമാണ് മിത്രമേ എന്ന് പറഞ്ഞുകൊണ്ട് കർണന് യുദ്ധം ചെയ്യാനുള്ള അവസരം ദുര്യോധനനോട് കൊടുക്കും. അങ്ങനെ അർജുനനും ദുര്യോധനനുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞതിന് ശേഷം കർണനും അർജുനനും തമ്മിലുള്ള യുദ്ധം അവിടെ ഹസ്തിനപുരത്ത് അരങ്ങേറും. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര വലിയ യുദ്ധമാണ് നടക്കുന്നത്. അസ്ത്രങ്ങൾ തമ്മിൽ കൂട്ടി ഉരസി ഭയങ്കരമായ വിസ്ഫോടനങ്ങൾ നടക്കുകയും ആകാശത്തിലെ പല വർണ്ണങ്ങളിൽ അസ്ത്രങ്ങൾ പ്രകമ്പനിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുവാണ്. അങ്ങനെ അസ്ത്രങ്ങളുടെ ഒരു മഴ പെയ്യുമ്പോൾ അസ്ത്രങ്ങൾ ഇങ്ങനെ വർഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇവരുടെ അസ്ത്രങ്ങൾ തീയായിട്ട് വരും. കർണൻ്റെ അസ്ത്രങ്ങൾ, അർജുനൻ്റെ അസ്ത്രങ്ങൾ ജലം വർഷിച്ചുകൊണ്ട് അതിനെ കെടുത്തും. അങ്ങനെ പലതരത്തിലുള്ള അസ്ത്രങ്ങൾ പ്രയോഗിക്കും. അങ്ങനെ ഏറ്റവും അവസാനം കർണൻ്റെ കവചത്തിൽ വന്ന് ഒരസ്ത്രം കൊണ്ട് അത് രണ്ടായിട്ട് ഒടിഞ്ഞ് പോകും. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുന്തി മാതാവിന് മനസ്സിലാക്കും അത് കർണൻ കുന്തിയുടെ പുത്രനാണെന്നുള്ള കാര്യം കുന്തിക്ക് അന്നേരമാണ് മനസ്സിലാകുന്നത്. അപ്പോൾ കുന്തി ബോധം കെട്ട് അവിടേക്ക് വീഴുവാണ്. ആ സമയം അർജുനനും കർണനും തമ്മിലുള്ള യുദ്ധത്തിൽ കർണൻ്റെ അസ്ത്രം അർജുനൻ്റെ കയ്യിൽ മുറിവേൽപ്പിക്കും. അതിനുശേഷം കർണൻ്റെ അസ്ത്രങ്ങൾ അർജുനനെ തോൽപ്പിക്കുമെന്നുള്ള സമയം വരുന്ന ടൈമിന് സന്ധ്യാസമയമാവും. അപ്പോൾ അർജുനൻ അസ്ത്രം പ്രയോഗിക്കുന്നത് നിർത്തും. അപ്പം കർണൻ ചോദിക്കും, നീ എന്താണ് അർജുന ഭയന്നു പോയോ എന്ന് ചോദിക്കും. അന്നേരം കർണൻ എൻ്റെ അടുത്ത് അർജുനൻ പറയും, ഞാൻ ഭയന്നതല്ല, ഞാൻ സന്ധ്യാസമയത്തെ ബഹുമാനിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇനി യുദ്ധം ചെയ്യത്തില്ല. അപ്പം അംഗരാജൻ കർണൻ ചോദിക്കും, നീ എന്താണ് പേടിച്ചു പോവുകയാണെന്ന് ചോദിക്കും. അപ്പം അർജുനൻ പറയും, അല്ല, നീ ഇപ്പോൾ ഒരു രാജാവല്ലേ, അപ്പോൾ ഇനി എന്നെയായിട്ട് യുദ്ധം ചെയ്യാനുള്ള അവസരം നിനക്ക് പ്രാപ്തമാകുന്നതാണ്. അപ്പോൾ നമുക്കിനി വേറൊരു യുദ്ധത്തിൽ ഏറ്റുമുട്ടാവുന്നതാണ് അംഗരാജൻ കർണ എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ അവിടുന്ന് മടങ്ങിപ്പോവും. അങ്ങനെ അവർ പോയതിന് ശേഷം കുറേ വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഒരു യുദ്ധം വരും. അതിൻ്റെ കാരണം പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപവും അതുപോലെ പാണ്ഡവരുടെ രാജ്യം പിടിച്ചടക്കുകയൊക്കെ ചെയ്ത് ദുര്യോധനൻ. അപ്പോൾ ആ ഒരു ഇതിൻ്റെ പേരിൽ വീണ്ടും ഒരു യുദ്ധം വരും. ആ യുദ്ധത്തിൽ കർണൻ അർജുനനെതിരായിട്ട് യുദ്ധം ചെയ്യും. ഏറ്റവും വലിയ ശക്തനായ ധനുർധാരിയാണ് അർജുനൻ എന്നുള്ള കാര്യം അർജുനൻ്റെ പിതാവായ ദേവേന്ദ്രൻ അറിയാം. അതിനാൽ തന്നെ ദേവേന്ദ്രൻ കർണൻ്റെ അടുത്ത് നിന്ന് ദാനം ചോദിക്കാൻ വേണ്ടി പുഴയുടെ കരയിൽ ചെല്ലുമെന്നുള്ള കാര്യം സൂര്യഭഗവാൻ മുൻകൂട്ടി അത് കർണനോട് പറയും. കർണൻ്റെ പിതാവ് ശരിക്കും സൂര്യഭഗവാനാണെന്നുള്ള കാര്യമൊക്കെ കർണന് പിന്നെ മനസ്സിലാകുന്നത്. അപ്പോൾ ആ സമയം സൂര്യഭഗവാൻ ചെന്നിട്ട് കർണൻ്റെ അടുത്ത് പറയും, പുത്ര, നീ നാളെ എനിക്ക് ജലം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരരുതും, കാരണം നിൻ്റെ അടുത്ത് നിന്ന് കവചകുണ്ടലങ്ങൾ ദാനമായിട്ട് മേടിക്കാൻ വേണ്ടി അവിടേക്ക് ദേവേന്ദ്രൻ വരുന്നതാണെന്ന് പറയും. പക്ഷേ അപ്പോൾ കർണൻ പറയും, ഞാൻ ദാനം കൊടുക്കുക തന്നെ ചെയ്യും, കാരണം ഞാൻ എന്നും ദാനം ചെയ്യുന്ന വ്യക്തിയാണ്, അതിനാൽ തന്നെ ഞാൻ ദാനധർമ്മത്തിൽ നിന്ന് ഒരിക്കലും എനിക്ക് പിന്മാറാൻ പറ്റത്തില്ല, അതെൻ്റെ കർത്തവ്യമാണ്, അതിനാൽ തന്നെ പിതാവ് എന്നോട് ക്ഷമിച്ചാലും ഞാൻ ദാനം കൊടുക്കും എന്ന് പറഞ്ഞിട്ട് കർണൻ അടുത്ത ദിവസം നദിയുടെ കരയിൽ ചെന്ന് നിൽക്കുകയാണ്.
അപ്പോൾ അവിടേക്ക് വേഷം മാറിയാണ്, ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിലാണ് അവിടേക്ക് ദേവേന്ദ്രൻ വരുന്നത്. ദേവേന്ദ്രൻ വന്നിട്ട് കർണനോട് ചോദിക്കും, നിൻ്റെ കവച കുണ്ടലങ്ങൾ എനിക്ക് ദാനമായിട്ട് താ, അല്ലെങ്കിൽ തരുമോ എന്ന് ചോദിക്കും. അപ്പം കർണൻ പറയും, നിങ്ങൾ ദേവരാജൻ ഇന്ദ്രനല്ലേ, എനിക്കറിയാം, നിങ്ങൾ എന്നോട് ഈ ചെയ്യുന്നത് ചതിയാണ്, നിങ്ങൾ ഈ ചെയ്യുന്ന തെറ്റ് എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കും. അപ്പം ദേവരാജൻ ഇന്ദ്രൻ പറയും, പുത്ര, നീ ഒന്നെങ്കിൽ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ കവചകുണ്ടലങ്ങൾ എനിക്ക് ദാനമായിട്ട് തരണമെന്ന് പറയും. അപ്പോൾ കർണൻ അന്നേരം പറയുന്നത് ഇങ്ങനെയാണ്, ഞാനൊരിക്കലും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറത്തില്ല, നിങ്ങളുടെ പുത്രനായ അർജുനനെ ഞാൻ തന്നെയായിരിക്കും വധിക്കുന്നത്, നിങ്ങൾ കവചം കൊണ്ടുപോയാലും കവചം ഇല്ലാതെയാണെങ്കിലും ഞാനേ ജയിക്കത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ കവചം നിങ്ങൾക്ക് ദാനമായിട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തോട് ചേർന്ന ഭാഗമാണ് കവചം എന്ന് പറയുന്നത്. ഈ ഷട്ടിട്ടിരിക്കുന്ന ഊരി കൊടുക്കാൻ പറയുന്ന പോലെ കവചം കൊടുക്കാൻ പറ്റത്തില്ല, അത് ശരീരമായിട്ട് ചേർന്നിരിക്കുന്ന ഭാഗം. അതുകൊണ്ട് തന്നെ കർണൻ അത് കടാര കൊണ്ടിങ്ങനെ കുത്തിപ്പറിച്ചാണ് എടുത്തിട്ട് ദാനം ചെയ്യുന്നത്. അതുപോലെ കുണ്ടലം ചെവിയിൽ നിന്ന് ഇങ്ങനെ കടാരക്ക് പറിച്ചിട്ട് ആണ് ഇങ്ങനെ ദാനം ചെയ്യുന്നത്. അപ്പം രക്തം ഒരുപാട് ഇങ്ങനെ പ്രവഹിക്കും ശരീരത്തിൽ നിന്ന്. ആ വേദനകൾ മുഴുവൻ സഹിച്ചുകൊണ്ടാണ് കർണൻ കവചകുണ്ടലങ്ങൾ ദാനമായിട്ട് ദേവേന്ദ്രന് നൽകുന്നത്. അപ്പോൾ ആ സമയം അവിടേക്ക് അർജുനൻ വരുവാണ്. അർജുനൻ ഇത് കണ്ടുകൊണ്ട് വരുവാണ്. അർജുനൻ പറയുവാണ്, ദേവേന്ദ്രനോട് പറയുവാണ്, പിതാവേ, നിങ്ങൾ ഇത് എന്ത് വലിയ അപരാധമാണ് ഈ കാണിച്ചിരിക്കുന്നത്, കർണനിൽ നിന്ന് എന്തിനാണ് ഈ കവചകുണ്ടലങ്ങൾ മേടിച്ചത്? കർണന് കവചകുണ്ടലങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് കർണനെ തോൽപ്പിക്കാൻ സാധിക്കും, ഞാൻ കർണനെ എന്തായാലും വധിക്കുന്നതാണ്, കവചങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും വധിക്കും. നിങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്തത് എനിക്ക് ഒരു വലിയ കളങ്കമേൽപ്പിച്ചിരിക്കുകയാണ് പിതാവേ എന്ന് പറയും. ദ്രോണാചാര്യർ ഏകലവ്യൻ്റെ പെരുവിരൽ മേടിച്ച സമയത്ത്, ഗുരുദക്ഷിണയായിട്ട് വാങ്ങിച്ച സമയത്ത് എനിക്കതൊരു കളങ്കമായി മാറിയതാണ്. എൻ്റെ ധനുർവിദ്യയിൽ എനിക്ക് തോന്നിയിരുന്ന അഭിമാനം എനിക്ക് നഷ്ടമായതാണ്. ഇനി എനിക്ക് ആ ഒരു തെറ്റിൻ്റെ കൂടെ ഇതും കൂടെ അംഗീകാരണം കിട്ടിയിരിക്കുകയാണ്, അതിനാൽ തന്നെ അങ്ങ് ഈ കർണന കവചകുണ്ടലങ്ങൾ തിരികെ നൽകിയാലോ എന്ന് പറയും. അപ്പോൾ ദേവരാജൻ ഇന്ദ്രൻ പറയും, കർണൻ ഒരിക്കലും ദാനം കൊടുത്ത സാധനം തിരികെ വാങ്ങത്തില്ല, അതുപോലെ തന്നെ ഞാനൊരിക്കലും ദാനം വാങ്ങിയ സാധനം തിരികെ കൊടുക്കത്തുമില്ല. ഒരിക്കലും ദേവന്മാരുടെ ഒരു സാന്നിധ്യവും യുദ്ധസമയത്ത് ഉണ്ടാവാൻ പാടില്ല. ദേവന്മാരുടെ ഒരു അംശമാണ്, ശക്തിയാണ്, സൂര്യഭഗവാന്റെ ഒരു ശക്തിയാണ് ആ കർണൻ്റെ കവചങ്ങൾ. ആ കവചങ്ങൾക്ക് ഒരിക്കലും യുദ്ധത്തിൽ കർണനെ സുരക്ഷ നൽകിക്കൊണ്ട് നിൽക്കാൻ സാധിക്കത്തില്ല. അതിനാൽ തന്നെ ആ കവചങ്ങൾ ഞാൻ വാങ്ങിച്ചിരിക്കുകയാണെന്ന് പറയും. ഞാൻ അതൊരിക്കലും തിരികെ കൊടുക്കത്തില്ല, കർണന് വേണമെങ്കിൽ അതിന് പകരം എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും എന്ന് പറയും. അപ്പോൾ കർണൻ പറയും, ഞാൻ ഒരു വ്യാപാരമല്ല നടത്തിയത്, ഞാൻ ദാനമാണ് ചെയ്തത്, എനിക്കൊന്നും തിരികെ വേണ്ടെന്ന് പറയും. അപ്പോൾ ആ സമയം ദേവേന്ദ്രൻ ഇങ്ങനെ പറയും, ദേവരാജൻ ഇന്ദ്രനെ കണ്ടതിന് ശേഷം മടങ്ങിപ്പോകുന്ന ദേവരാജനിൽ നിന്ന് ഒന്നും നീ ദാനമായി വാങ്ങിയില്ലെങ്കിൽ അതെനിക്ക് കളങ്കമേൽക്കുന്നതാണ്, അതിനാൽ തന്നെ നീ എന്തെങ്കിലും എന്നോട് ചോദിക്കാൻ പറയും. അപ്പോൾ ആ സമയം കർണൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ഒരു അസ്ത്രം തന്നാൽ മതി, എൻ്റെ ശത്രുവിൻ്റെ പേര് പറഞ്ഞ് ഞാൻ ആ അസ്ത്രം വിട്ട് കഴിഞ്ഞാൽ ആ ശത്രുവിനെ ആ സമയം തന്നെ വധിക്കണം. അപ്പോൾ ആ അസ്ത്രം കൊടുത്തിട്ട് ദേവരാജൻ ഇന്ദ്രൻ പറയും, പുത്ര, നിനക്ക് ഞാൻ ആ അസ്ത്രം നൽകിയിരിക്കുകയാണ്, ഈ അസ്ത്രത്തിന് നിൻ്റെ ശത്രു നിൻ്റെ കണ്ണിൻ്റെ മുമ്പിലുള്ള, നേത്രത്തിൻ്റെ മുമ്പിലുള്ള സമയത്ത് നിനക്ക് നിൻ്റെ ശത്രുവിനെ വധിക്കാൻ സാധിക്കുന്നതാണ്. ഒരു പ്രാവശ്യം മാത്രമേ ഈ അസ്ത്രം ശത്രുവിൻ്റെ നാമം ജപിച്ചുകൊണ്ട് വിടാൻ സാധിക്കത്തുള്ളൂ, ഒരു പ്രാവശ്യം മാത്രമേ ഈ അസ്ത്രം പ്രയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം ആ അസ്ത്രം കർണന് ദേവരാജൻ ഇന്ദ്രൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കർണൻ അവിടുന്ന് അസ്ത്രം മേടിച്ചുകൊണ്ട് നടന്നു പോകുന്ന സമയത്ത് കർണൻ അവിടെ ആ രണാങ്കണത്തിൽ, അവിടെ ആ യുദ്ധഭൂമി ഇവിടേക്ക് താഴേക്ക് വീഴുവാണ്. അപ്പം ആ സമയം കുന്തി മാതാവ് ഇത് കണ്ടുവരുവാണ്. കുന്തി മാതാവ് കർണനെ അശ്വനീപുത്രന്മാരായ നകുലൻ്റെ സഹദേവൻ്റെ അടുത്തെത്തിച്ച് അവരെ കൊണ്ട് ശുശ്രൂഷകൾ ചെയ്യിപ്പിച്ച് മരുന്നൊക്കെ വെച്ച് കർണൻ്റെ ആ മുറിവ് ഭേദമാക്കും. അവർക്കങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, കാരണം അവർ അശ്വനീപുത്രന്മാരാണല്ലോ, അവർക്ക് അങ്ങനെ ഒരു വരപ്രസാദം കിട്ടി ജനിച്ചതായതുകൊണ്ട് അവർക്ക് അങ്ങനെ മുറിവുകൾ മാറ്റാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ കർണൻ്റെ മുറിവുകളെല്ലാം അവർ മാറ്റി കൊടുക്കും. അങ്ങനെ കർണൻ ഭേദമായതിനു ശേഷം
യുദ്ധഭൂമിയിലേക്ക് പോകുന്നതിന് മുമ്പ് കുന്തി മാതാവിന് കർണനൊരു വാക്ക് കൊടുക്കും. 5 പേരിൽ ഒരാളെ മാത്രമേ വധിക്കത്തുള്ളൂ. അർജുനനെ ഒന്നെങ്കിൽ വധിക്കും, അല്ലെങ്കിൽ കർണൻ മരിച്ചു പോകും. അതായിരുന്നു കൊടുത്തിരുന്ന പ്രതിജ്ഞ കുന്തി മാതാവിന്. അതിനുശേഷം കർണൻ യുദ്ധഭൂമിയിൽ ചെന്ന് അങ്ങനെ യുദ്ധം തുടങ്ങുകയാണ്. അർജുനനും കർണനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ഒരു ചതി പ്രവർത്തിക്കും. ശ്രീകൃഷ്ണ ഭഗവാൻ അറിയാം കർണൻ്റെ കയ്യിൽ ആ അസ്ത്രം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അർജുനനെ വധിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം. അതുകൊണ്ട് കർണൻ്റെ അസ്ത്രം വിഫലമാക്കി കളയാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഭീമൻ്റെ പുത്രനായ ഘടോത്കചനെ ആവാഹിച്ചു വരുത്താൻ വേണ്ടി ഭീമനോട് പറയും. അങ്ങനെ ഭീമൻ യുദ്ധഭൂമിയിലേക്ക് ഘടോത്കചനെ മന്ത്രം ചൊല്ലിക്കൊണ്ട് വരുത്തും. ഘടോത്കചൻ എന്ന് പറയുന്നത് ഭയങ്കര ആജാനുബഹുവായ വലിയ പൊക്കവും നല്ല വലിയ ശരീരമൊക്കെ ഉള്ള ഒരാളാണ്. ഭീമൻ്റെ പുത്രൻ ഘടോത്കചൻ അവിടേക്ക് കാൽപാദങ്ങൾ കുത്തുമ്പോൾ തന്നെ അവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭടന്മാർ അവിടെ മരിച്ചു വീഴുവാണ്. അവരെല്ലാവരും ആ കാലിനടിയിൽ പെട്ട് ചതഞ്ഞ് അവിടെ മരിച്ചു പോവും. അങ്ങനെ ഭീമൻ്റെ പുത്രൻ ഘടോത്കചൻ കുറേ സൈനികരെയൊക്കെ വധിക്കും. ആ സമയം ദുര്യോധനനെ കയ്യിലിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ഘടോത്കചൻ പറയും, പിതാവെ ഭീമനോട് പറയുവാണ്, പിതാവെ നിങ്ങൾ ഈ ഘടോത്കചനെ വധിച്ചാലോ ഘടോത്കചൻ പറയുവാണ്, ഭീമൻ്റെ അടുത്ത് പറയുവാണ്, ഈ ദുര്യോധനെ വധിച്ചാലും പിതാവെ എന്ന് പറയുക. അപ്പോൾ ദുര്യോധനെ ഇങ്ങനെ കൈ പിടിച്ചിരിക്കുവാണ്. ആ സമയം ദുര്യോധനൻ വല്ലാതെ ഭയന്ന് നിൽക്കുക. ദുര്യോധനൻ പറയും, അംഗരാജൻ കർണ എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയാലും മിത്രമേ എന്ന് പറയുക. അങ്ങനെ അംഗരാജൻ കർണൻ പല അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും ഒരസ്ത്രവും ഈ ഘടോത്കചൻ്റെ ദേഹത്ത് തറക്കത്തില്ല. തറച്ചാലും അത് സൂചി കൊണ്ട് കുത്തുന്ന പോലെ ഇരിക്കത്തുള്ളൂ. അത് ഒടിച്ചു കളയുകയാണ് ചെയ്യുന്നത്. വളരെ നിസ്സാരമായിട്ട് തന്നെ അത് ഒടിച്ച അസ്ത്രം ദൂരത്തേക്ക് എറിഞ്ഞു കളയുവാണ്. അപ്പോൾ ഒരസ്ത്രങ്ങളും ഒരു മന്ത്രം ജപിച്ചുകൊടുന്ന ഒരസ്ത്രങ്ങളും ഘടോത്കചനെ ഒരു മുറിവ് ഏൽപ്പിക്കുന്നില്ല. അപ്പം ഘടോത്കചനെ തോൽപ്പിക്കുന്ന കാര്യം അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലാക്കി കർണൻ എങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ദുര്യോധനൻ പറയും, മിത്രമേ നിങ്ങൾ ആ ദേവേന്ദ്രൻ തന്നിരിക്കുന്ന ആ ദിവ്യാസ്ത്രത്തെ പ്രയോഗിച്ചുകൊണ്ട് വധിച്ചാലും ഇവനെ എന്ന് പറയുവാണ്. അപ്പോൾ ആ സമയം കർണൻ പറയും, മിത്രമേ അത് ഞാൻ അർജുനന് വേണ്ടി വെച്ചിരിക്കുന്ന അസ്ത്രമാണ്, ഞാൻ അത് അർജുനന് വേണ്ടി മാത്രമേ പ്രയോഗിക്കത്തുള്ളൂ എന്ന് പറയുവാണ്. അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുര്യോധനൻ വീണ്ടും പറഞ്ഞ് മിത്രമേ ആ അസ്ത്രം പ്രയോഗിക്കാൻ പറയും. അങ്ങനെ ഏറ്റവും അവസാനം കർണൻ ആ അസ്ത്രത്തെ ആവാഹിക്കുകയാണ്. ആവാഹിച്ച് ഘടോത്കചൻ്റെ നാമം പറഞ്ഞുകൊണ്ട് ആ അസ്ത്രത്തെ വിടുന്ന സമയത്ത് ഇത് ഭീമൻ കാണുവാണ്. ഭീമൻ്റെ പുത്രൻ്റെ നേർക്ക് ഈ അസ്ത്രം ചെല്ലുമ്പോൾ ഭീമൻ അതിൻ്റെ മുമ്പിലേക്ക് ചാടി വീഴുവാണ്. അപ്പോൾ ഈ അസ്ത്രം രണ്ടായിട്ട് പിളർന്നുകൊണ്ട് ഭീമനിട്ട് കൊള്ളാതെ ആ അസ്ത്രം മാറി പിന്നെ അത് ഒന്നിച്ചിട്ട് ചെന്ന് ഈ ഘടോത്കചൻ്റെ നെഞ്ചിൽ തിറക്കും. അങ്ങനെ ഘടോത്കചൻ താഴേക്ക് വീഴുവാണ്. അപ്പോഴും ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ മരിച്ചു വീഴുവാണ്. കാരണം ഘടോത്കചൻ അത്രയ്ക്ക് വലിയ വണ്ണവും പൊക്കമുള്ള ആളല്ലേ. അപ്പോൾ താഴത്തേക്ക് വീഴുമ്പം ആൾക്കാരുടെ പുറത്താണല്ലോ വന്ന് വീഴുന്നത്. അപ്പം ഭടന്മാരെല്ലാം മരിച്ചു പോകും. അങ്ങനെ ഒരു വലിയ സേന തന്നെ നശിച്ചു പോവുകയാണ് അവിടെ ചെയ്യുന്നത്. ആ സമയം ഭീമൻ ഓടി ഘടോത്കചൻ്റെ അടുത്തേക്ക് ചെന്ന്, പുത്ര നിനക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ച് അവിടെ ചെന്ന് അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം യുദ്ധം കഴിഞ്ഞ് അടുത്ത ദിവസത്തെ യുദ്ധം തുടങ്ങിയപ്പം കർണനും അർജുനനും കൂടെയുള്ള ഏറ്റുമുട്ടലാണ്. അപ്പോൾ ആ സമയം അർജുനനെ കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അവിടുന്ന് രഥവുമായിട്ട് പലായനം ചെയ്യും. അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോവും. അങ്ങനെ കുറച്ച് ദൂരം പോകുമ്പം കർണൻ പുറകെ പിന്തുടരുന്നുണ്ട് അസ്ത്രങ്ങളുമായിട്ട്. കർണൻ ചോദിക്കുവാണ്, നീ എന്താ ഭയന്ന് പോകുന്ന അർജുന, നിനക്ക് ലജ്ജ തോന്നുന്നില്ല, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ആണുങ്ങളെ പോലെ യുദ്ധം ചെയ്യാൻ പറയുവാണ്. അങ്ങനെ കർണൻ അവിടെ വെല്ലുവിളിക്കുവാണ്. അപ്പം അർജുനൻ പറയുവാണ്, അവിടെ രഥം നിർത്ത് വാസുദേവ, എനിക്ക് അവനെ വധിക്കണം, രഥം നിർത്ത്, എന്തിനാണ് അങ്ങ് ഇങ്ങനെ രഥവുമായിട്ട് പലായനം ചെയ്യണം, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പം ശ്രീകൃഷ്ണ ഭഗവാൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത്, പാർത്ഥ, നീ ഒരു ഒളിച്ചോട്ടക്കാരനെ സാരഥിയാക്കി വെച്ചാൽ ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളത് നിനക്ക് അറിയത്തില്ലെന്ന് ചോദിക്കുക. അപ്പം എന്താണ് നിങ്ങളിങ്ങനെ
ഈ രഥമായിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോകുന്നത് വാസുദേവ എന്ന് ചോദിക്കുമ്പം കൃഷ്ണൻ പറയുന്നത് ഇങ്ങനെയാണ്, അത് നിനക്ക് സമയമാകുമ്പോൾ മനസ്സിലാവുമെന്ന് പറഞ്ഞ്. അങ്ങനെ കുറച്ച് ദൂരം രഥം ഓടിച്ചു പോകുമ്പം കർണൻ്റെ രഥത്തിൻ്റെ ചക്രങ്ങൾ അവിടെ മണ്ണിൽ താഴ്ന്നു പോകും. അപ്പം ഈ സമയം ഇത് കണ്ടുകൊണ്ട് ശ്രീകൃഷ്ണൻ രഥം അങ്ങ് തിരിച്ച് നിർത്തിയിട്ട് അർജുനൻ്റെ അടുത്ത് പറയും, അംഗരാജൻ കർണനെ വധിച്ചാലോ എന്ന് പറയും. അപ്പം അർജുനൻ പറയും, അത് ഇപ്പം അദ്ദേഹത്തെ വധിക്കുന്നത് ന്യായമാണോ? അദ്ദേഹത്തിൻ്റെ രഥത്തിൻ്റെ ചക്രങ്ങൾ ഇപ്പോൾ ഭൂമിയിൽ താന്നിരിക്കുകയല്ലേ, ഈ സമയത്ത് വധിക്കുന്നത് ശരിയാണെന്ന് ചോദിക്കും. അപ്പം കർണൻ പറയും, എനിക്ക് ഈ രഥത്തിൻ്റെ ഉയർത്താനുള്ള സമയം തന്നാലും അർജുന എന്ന് പറയും. അപ്പം കർണൻ ഇങ്ങനെ പറയുന്ന സമയത്ത് അർജുനൻ്റെ അടുത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ പറയാണ്, നീ അംഗരാജനെ വധിച്ചാലോ എന്ന് പറയുവാണ്. അപ്പം അർജുനൻ അസ്ത്രം പ്രയോഗിക്കാൻ പോകുന്ന സമയത്ത് കർണൻ അസ്ത്രം കയ്യിലെടുത്തിട്ട് വിജയധനുസ് കയ്യിലെടുത്തിട്ട് മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് കർണൻ പറയും, ഞാൻ ബ്രഹ്മാസ്ത്രത്തെ ഇപ്പോൾ ആവാഹിക്കും, എന്നിട്ട് ഈ യുദ്ധഭൂമിയെ മുഴുവനും ഈ ലോകത്തെ മുഴുവനും ഞാൻ നശിപ്പിച്ച് കളയും. എന്നെ ഇപ്പം ഏതെങ്കിലും രീതിയിൽ അസ്ത്രം വിടാൻ ശ്രമിക്കുവാണെങ്കിൽ ഞാൻ ബ്രഹ്മാസ്ത്രത്തെ ആവാഹിക്കുമെന്ന് പറയും. അങ്ങനെ ബ്രഹ്മാസ്ത്രത്തെ ആവാഹിക്കാനുള്ള മന്ത്രമായ ഓം ബ്രഹ്മ തമോസ്തു വസ്ത്ര നിർമ്മിതായ സ്വയമേവം ലക്ഷ്യസ്ഥാനം ഭേദിതം എന്ന് പറഞ്ഞ ആ ബ്രഹ്മാസ്ത്രത്തെ ആവാഹിക്കാനുള്ള മന്ത്രം ഇങ്ങനെ ചൊല്ലുവാണ്. ഈ മന്ത്രം ഞാൻ ഉണ്ടാക്കിയതാണ്, ഇങ്ങനത്തെ മന്ത്രമല്ല, ഇത് ഞാൻ ചുമ്മാ ഉണ്ടാക്കിയ മന്ത്രമാണ് കേട്ടോ. അപ്പോൾ ഈ മന്ത്രം ഇങ്ങനെ ചൊല്ലുവാണ്. ചൊല്ലിക്കഴിഞ്ഞപ്പം ആകാശത്തൊക്കെ ഒരു പ്രത്യേകതര വർണ്ണത്തിൽ ചുവപ്പ് നിറത്തിലൊക്കെ ഭയങ്കര പ്രകാശം ഇങ്ങനെ വരുവാണ്. അപ്പോൾ ആ സമയം ഈ അസ്ത്രം ഈ ധനുസ്സിൽ വന്നിട്ട് അത് അപ്രത്യക്ഷമായി പോവുകയാണ്, അത് വരുന്നില്ല. അപ്പം കർണൻ അതെന്താണ് ചെയ്യാൻ പറ്റാത്തതെന്ന് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് കർണൻ പറയുവാണ്, നീ എന്നോട് അനീതി പ്രവർത്തിക്കല്ലേ അർജുന എന്ന് പറയുവാണ്. ഞാൻ ഈ രഥത്തിൻ്റെ ചക്രങ്ങളൊന്ന് ഉയർത്തുന്ന വരെ എനിക്ക് സമയം തരണമെന്ന് പറയുമോ. എന്നിട്ട് അസ്ത്രം അവിടെ മാറ്റി വെച്ചിട്ട് രഥത്തിൻ്റെ ചക്രങ്ങൾ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുവാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ മൊത്തവും ഇങ്ങനെ സ്തംഭിപ്പിച്ച് നിർത്തും. എന്നിട്ട് കർണനോട് മാത്രമായിട്ട് സംസാരിക്കുകയാണ്. അംഗരാജൻ കർണ, നിങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറ്. നിങ്ങളിപ്പം സ്വന്തം സഹോദരൻ്റെ കയ്യാൽ മൃത്യു വരിക്കാൻ വേണ്ടി സജ്ജനായി നിൽക്കുകയല്ലേ, നിങ്ങൾക്ക് ഈ യുദ്ധം ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിക്കുക. അപ്പം അംഗരാജൻ കർണൻ പറയുന്നത് എങ്ങനെയാണ്, വാസുദേവ, എനിക്ക് എൻ്റെ മിത്രത്തോടുള്ള ആ ഒരു കടപ്പാട് സ്മരണയെ ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. കാരണം എന്നെ ആരും കൂടെ നിൽക്കാഞ്ഞ സമയത്ത് എന്നെ എല്ലാവരും സൂതപുത്രൻ എന്ന് വിളിച്ച് അപമാനിച്ചു കൊണ്ടിരുന്ന ആ സമയത്ത് എനിക്ക് ഒരു സുഹൃത്തിൻ്റെ കൈ തന്ന് എന്നെ രക്ഷിച്ച് എൻ്റെ കൂടെ നിന്നത് ദുര്യോധനനാണ്. അതുകൊണ്ട് ദുര്യോധനനോടുള്ള മിത്രധർമ്മം എനിക്ക് മറക്കാൻ സാധിക്കത്തില്ല എന്ന് വാസുദേവകൃഷ്ണനോട് കർണൻ പറയുവാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിക്കുവാണ്, നിനക്ക് വേണ്ടി എന്ത് മിത്രധർമ്മമാണ് ദുര്യോധനൻ ചെയ്തിട്ടുള്ളത്? ആശ്രിതരും പീഡിതരുമായ വ്യക്തികൾക്ക് വേണ്ടി അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടിയോ എന്തെങ്കിലും ദുര്യോധനൻ ചെയ്തിട്ടുണ്ടോ? എന്തിനാണ് നിങ്ങൾ ഇത്രയും ദുര്യോധനനോട് ഇത്ര കടപ്പാട് എൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുവാണ്. ആ സമയം തന്നെ കർണൻ ചോദിക്കുവാണ്, വാസുദേവ, എനിക്കെന്താണ് എൻ്റെ അസ്ത്രവിദ്യകൾ മറന്നു പോകുന്നത്? ഞാൻ ബ്രഹ്മാസ്ത്രത്തെ ആവാഹിക്കാൻ നിന്ന സമയത്ത് എനിക്കത് പറ്റുന്നില്ലല്ലോ, അതെന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിക്കുവാണ്. അപ്പം വാസുദേവകൃഷ്ണൻ പറയുക, നീ കുറച്ച് നാൾ മുമ്പിലത്തെ കാര്യത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലും, പരശുരാമൻ്റെ ശാപത്തെ ഒന്ന് സ്മരിച്ച് നോക്കിയാലും, പരശുരാമൻ പറഞ്ഞില്ലായിരുന്നോ നിൻ്റെ അടുത്ത്, നിനക്ക് ഏറ്റവും ജീവിതത്തിൽ ആവശ്യം വരുന്ന സമയത്ത് നീ പഠിച്ച ധനുർവിദ്യകളെല്ലാം നിന്നെ വിട്ടു പോകുന്നതാണ്, നീ അത് മറന്നു പോകുന്നതാണെന്ന് നിനക്ക് നൽകിയ ശാപം നീ ഓർക്കുന്നുണ്ടോ അംഗരാജൻ കർണ? ചതിയിലൂടെ പ്രാപ്തമാക്കുന്ന വിദ്യ അത് അവസാന സമയങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ്, അത് നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം കർണൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് പറയുക, ഭഗവാനെ, എനിക്ക് എൻ്റെ സാമർഥ്യം തെളിയിക്കാനുള്ളൊരു അവസരം ലഭിക്കത്തില്ല എന്ന് ചോദിക്കുക. അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ പറയുക, കർണ, ഇപ്പം നിന്നെ വധിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ചതി പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. നീ നിൻ്റെ പഠിച്ച വിദ്യകളെല്ലാം വിസ്മരിച്ചിരിക്കുകയാണ്, മറന്നുപോയിരിക്കുകയാണ്. അതുപോലെ തന്നെ നിൻ്റെ രഥത്തിൻ്റെ ചക്രങ്ങൾ ഭൂമിയിൽ താന്നിരിക്കുകയാണ്. ആ ഒരു അവസരത്തെ മുതലെടുത്തുകൊണ്ടാണ് നിന്നെ ഇപ്പം ഞങ്ങൾക്ക് വധിക്കേണ്ട വന്നിരിക്കുന്നത്. അത് തന്നെ നിൻ്റെ സാമർഥ്യത്തിൻ്റെ പ്രമാണമല്ലേ രാധയാന്ന് ചോദിക്കുക. അപ്പം ഇത് കേട്ടിട്ട്
കർണൻ പറയുന്നത് ഇങ്ങനെയാണ്. കർണൻ പറയുവാണ്, ഞാൻ ദുര്യോധനൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിനൊക്കെ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മാതാവിനോട് പറഞ്ഞാലും ഞാൻ യുദ്ധഭൂമിയിൽ എൻ്റെ രക്തം ഒഴുക്കിയിട്ടുണ്ട്, എൻ്റെ ക്ഷമ പറഞ്ഞാലൂ എന്ന് പറയുവാണ്. അപ്പോൾ കർണൻ്റെ അടുത്ത് ശ്രീകൃഷ്ണൻ ഭഗവാൻ പറയുവാണ്. അപ്പം കർണൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെയും പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാസുദേവ എന്ന് പറയുക. അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ പറയുന്നത്, ദാനം ചെയ്താലുള്ള വാസ്തവികമായ ഗുണം ദാനം കൊടുക്കുന്നവർക്കാണ്, അല്ലാതെ വാങ്ങുന്നവർക്കല്ല. പിന്നെ നിറം വസ്ത്രത്തിൻ്റെ സ്വജസിദ്ധമായിട്ടുള്ള ഗുണമല്ല, അതിനാൽ തന്നെ അത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മങ്ങിപ്പോകുന്നതാണ്. അതുപോലെ തന്നെയാണ് നീ പഠിച്ച വിദ്യകൾ നീ കള്ളം പറഞ്ഞത് കൊണ്ട് മാത്രം ആ വിദ്യകൾ മറന്നുപോയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ടല്ലേ ഞങ്ങൾക്ക് നിന്നെ വധിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. അത് നിൻ്റെ സാമർഥ്യമല്ലേ എന്ന് പറയുവാണ്. അതിനുശേഷം യുദ്ധം തുടങ്ങാൻ വേണ്ടി വീണ്ടും പോവുകയാണ്. ആ സമയം അർജുനൻ്റെ അടുത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുവാണ്, കർണനെ വധിച്ചാലോ, അംഗരാജൻ കർണനെ അവൻ്റെ ഭാവഭാരത്തിൽ നിന്ന് മുക്തനാക്കിയാലോ എന്ന് പറയുവാണ്. ആ സമയം കർണൻ രഥത്തിൻ്റെ ചക്രങ്ങൾ ഉയർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് നിന്നുകൊണ്ട് പറയുവാണ്, അർജുനൻ്റെ അടുത്ത് പറയുവാണ്, പ്രിയ അർജുന, നീ സൂര്യാസ്തമനത്തിന് മുമ്പ് ഒരു വിനാഴികയ്ക്ക് മുമ്പ് തന്നെ നീ എന്നെ വധിച്ചാലും ഞാൻ ഈ രഥത്തിൻ്റെ ചക്രങ്ങൾ ഉയർത്തുവാണെങ്കിൽ കാലചക്രത്തിൻ്റെ ചലനങ്ങൾ തന്നെ മാറുന്നതായിരിക്കും. അതിനാൽ നീ അതിനു മുമ്പ് തന്നെ എന്നെ വധിച്ചാലോ എന്ന് പറയുക. അതിനുശേഷം ആ രഥത്തിൻ്റെ ചക്രങ്ങൾ ഉയർത്താൻ വേണ്ടി കർണൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് അസ്ത്രത്തെ ആവാഹിച്ചുകൊണ്ട്, അഞ്ജലിന്യാസ്ത്രത്തെ ആവാഹിച്ചുകൊണ്ടാണ് കർണനെ പരാജയപ്പെടുത്തുന്നത് അർജുനൻ്റെ അസ്ത്രമേറ്റ് കർണൻ്റെ പെടലിയെല്ലാം അസ്ത്രം വന്നുകൊണ്ട് കർണൻ നേരെ രണാങ്കണത്തിലേക്ക്, ആ ഭൂമിയിലേക്ക്, യുദ്ധഭൂമിയിലേക്ക് മറിഞ്ഞു വീഴുവാണ്. മറിഞ്ഞ് വീണ ഉടനെ തന്നെ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് ഓടി വരുവാണ് കുന്തി മാതാവ് വന്നിട്ട് കർണനെ മടിത്തട്ടിലേന്തിക്കൊണ്ട് എന്തു പറ്റി പുത്ര എന്ന് ചോദിച്ച് ഭയങ്കര വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന കേട്ട് അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് ചോദിക്കുവാണ്, വാസുദേവ, എന്തിനാണ് ഈ ശത്രുവിൻ്റെ മരണത്തിൽ ഇത്രയും ദുഃഖിതയായ മാതാവ് ഇങ്ങനെ കരയുന്നത്, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുക. അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് ഇങ്ങനെയാണ്, ശത്രുതകളെല്ലാം വിസ്മരിക്കേണ്ട സമയമാണിത് പാർത്ഥ എന്ന് പറയുവാണ്. ഇത് ബന്ധങ്ങളെ സ്മരിക്കേണ്ട സമയമാണ്. നീ അതെന്താണ് വാസുദേവ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പം ആ സമയം കുന്തി മാതാവ് ഇത് പറയാൻ വേണ്ടി പോകുമ്പം ഭീമനും അതുപോലെ നകുലനും സഹദേവനും യുധിഷ്ഠിരനും എല്ലാവരും കൂടെ അവിടെ നിന്ന് പറയുവാണ്. ഭീമൻ പറയുവാണ്, ആ ദുഷ്ടനായ കർണൻ അവനെ വധിച്ചിരിക്കുകയാണെന്ന് പറയുമോ. അർജുനൻ വിജയിച്ചിരിക്കുന്ന, അവനെ വധിച്ചിരിക്കുക എന്നൊക്കെ പറയുമോ. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് കുന്തി മാതാവ് നമ്മുടെ പുത്രനാണെന്ന് പറയാൻ തുടങ്ങുമ്പോൾ കർണൻ പറയും, മാതാവേ, ഇതിനി പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒരു പ്രയോജനവും കിട്ടത്തില്ല, നിങ്ങൾക്കത് പറഞ്ഞുകൊണ്ട് അപമാനം മാത്രമേ ലഭിക്കത്തുള്ളൂ, അതുകൊണ്ട് ഇത് പറഞ്ഞാതിരുന്നാലോ എന്ന് പറയുവാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് യുധിഷ്ഠിരനും ഭീമനും അത് അർജുനനും ഒക്കെ ചോദിക്കും, എന്താണ് മാതാവേ നിങ്ങൾ പറയാൻ പോയത്, അത് പറയുവാണ്. അപ്പം കുന്തി മാതാവ് പറയുകയാണ്, ഇത് കുറച്ച് നാളിന് മുമ്പ് ഉള്ളൊരു കാര്യമാണ്. എനിക്ക് ദുർവാസാവ മഹർഷി ഒരു മന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ മന്ത്രം ഞാൻ ചൊല്ലിക്കഴിഞ്ഞാൽ എനിക്ക് വരപ്രസാദത്തിലൂടെ ലഭിക്കുന്ന പുത്രന്മാർക്ക് ശക്തി ഉണ്ടായിരിക്കും. അങ്ങനെ എനിക്ക് വരപ്രസാദത്തിലൂടെ സൂര്യഭഗവാനിൽ നിന്ന് ലഭിച്ച പുത്രനാണ് കർണൻ എന്ന് പറയുവാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ഭീമനും യുധിഷ്ഠിരനും എല്ലാവരും വിഷമിച്ച് സങ്കടപ്പെട്ട് ഭീമൻ പറയുവാണ്, ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണേണ്ട ഈ തേജസ്സുള്ള ഈ അവിടുത്തെ ആണല്ലോ ഞാൻ ഈ ജീവിതകാലം മുഴുവനും അപമാനിച്ചു കൊണ്ടിരുന്നത്, സൂതപുത്രൻ എന്ന് വിളിച്ചുകൊണ്ട്. എനിക്ക് എന്തു വലിയ തെറ്റാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുക. അപ്പോൾ അർജുനൻ പറയുവാണ്, ഞാൻ എന്തു വലിയ അപരാധമാണ് ചെയ്തിരിക്കുന്നത്, ഞാൻ എൻ്റെ സ്വന്തം ജ്യേഷ്ഠ സഹോദരനെയാണല്ലോ അസ്ത്രം കൊണ്ട് പൂജിക്കേണ്ട അവിടുത്തെ ആണല്ലോ ഈ അസ്ത്രം കൊണ്ട് മുറിവേൽപ്പിച്ചിരിക്കുന്നത്, എന്നോട് ക്ഷമിച്ചാലോ എന്ന് പറഞ്ഞ് അർജുനനും വിഷമിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പം
അവിടുന്ന് രാധമ്മ ഓടി വരുവാണ്. കർണൻ്റെ മാതാവ് എടുത്തു വളർത്തിക്കൊണ്ടിരുന്ന കർണനെ വളർത്തി വലുതാക്കിയത് രാധമ്മയാണല്ലോ. അപ്പോൾ രാധമ്മയും അതിരഥനും വൈശാലി, കർണൻ്റെ ഭാര്യ വൈശാലിയൊക്കെ കൂടെ ഓടി വരുവാണ്. അപ്പം ഇത് കണ്ടുകൊണ്ട് വന്നിട്ട് രാധമ്മ പറയുവാണ്, നിങ്ങൾ നമ്മുടെ പുത്രനെ ഈ അവസാന നിമിഷത്തിൽ അവൻ്റെ സ്മൃതികൾ കൂടെ തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ? അവൻ്റെ മനസ്സിൽ എന്നോടുള്ള ആ സാധനം കൂടെ തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ? നിങ്ങൾ മുതലകളെക്കാട്ടിലും ദുഷ്ടയായ സ്ത്രീയാണ്. മുതലകൾ സ്വന്തം സന്താനങ്ങളെ ഭക്ഷിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിനെക്കാട്ടിലും ദുഷ്ടയായ സ്ത്രീ ഒരു മാതാവാണെന്നുള്ള കാര്യം ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് രാധമ്മ അങ്ങനെ പറയരുതും, രാധമ്മക്ക് എന്നെ കിട്ടിയത് കുന്തി മാതാവ് എന്നെ ഉപേക്ഷിച്ചുകൊണ്ടല്ലേ. ശ്രീകൃഷ്ണ ഭഗവാന് പോലും 2 മാതാക്കളുണ്ടായിരുന്നു, അതുപോലെ എനിക്കും 2 മാതാവുള്ളതിൽ എനിക്ക് സന്തോഷമാണ് എന്ന് പറയുവാണ്. അപ്പോൾ ഇങ്ങനെ മരിക്കാൻ വേണ്ടി കിടക്കുന്ന ആ സമയത്ത് കർണൻ അർജുനൻ്റെ അടുത്ത് പറയുവാണ്, പ്രിയ സഹോദരനായ അർജുന, നിനക്ക് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ചതി പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. ഞാനിന്ന് എന്നെ ശ്രേഷ്ഠനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. നിനക്ക് എന്നെ തോൽപ്പിക്കാൻ നിനക്ക് ചതി പ്രവർത്തിക്കേണ്ടി വന്നിരിക്കുന്നു. നീ ഉത്തമനാണ്, പക്ഷേ ഞാനാണ് ശ്രേഷ്ഠൻ. ഞാൻ എന്നെ ശ്രേഷ്ഠനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് അർജുന എന്ന് ഇങ്ങനെ കർണൻ പറയുവാണ്. അതിനുശേഷം കർണൻ മരിക്കുന്നതിന് മുമ്പായിട്ട് അർജുനൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ പുത്രനെ നീ ധനുർവിദ്യ അഭ്യസിപ്പിച്ചു കൊടുക്കണം, നീ പഠിപ്പിച്ചു കൊടുക്കണം, വിദ്യകൾ പകർന്നു കൊടുക്കണമെന്നൊക്കെ പറയുവാണ്. അതിനുശേഷം കർണൻ മരിച്ചു പോവുകയാണ്. അപ്പോൾ ആ സമയം അവിടെ പാഞ്ചാല നരേശനായ ശകുനി പറയുവാണ്, ദുര്യോധനൻ്റെ അടുത്ത് പറയുവാണ്, ആ ചതിയനായ കർണൻ മരിച്ചിരിക്കുകയാണ്, ആ സൂതപുത്രൻ മരിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ദുര്യോധനൻ്റെ അടുത്ത് ശകുനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മാതുലൻ ശകുനി. അപ്പോൾ ഇത് കേട്ടിട്ട് ദുര്യോധനൻ മിത്രം മരിച്ചെന്ന് അറിയുമ്പോൾ ആ ഒരു വിഷമത്തിൽ സങ്കടപ്പെട്ടുകൊണ്ട് കർണൻ്റെ അടുത്തേക്ക് ഓടി വരുവാണ്. അങ്ങനെ കർണൻ മരിച്ചു പോയെങ്കിൽ പോലും ഇന്നും ഒരുപാട് ജനലക്ഷ ആൾക്കാരെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് കർണൻ. കർണൻ്റെ ആ ഒരു വ്യക്തിത്വം, ആ ഒരു കഴിവും ഒക്കെ ഒരു വാക്കിലൂടെ പറഞ്ഞു നിർത്താനോ ഒന്നും ആർക്കും സാധിക്കത്തില്ല. അത്രയ്ക്ക് വലിയ ദാനശീലനായ ഒരു വ്യക്തിയാണ് കർണൻ. ആ കർണന് വേണ്ടി എനിക്ക് കർണനെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ കർണന് വേണ്ടി ഒരു മന്ത്രം വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് അത് യൂട്യൂബിൽ ഇട്ടിട്ടുള്ളതാണ്, ഞാനിപ്പോൾ ഒന്നുകൂടെ പറയാം. സൂര്യപുത്ര കർണഃ വിജയധനു സ്വയമേവം ലക്ഷ്യസ്ഥാനം ഭേദിതം സൂര്യകവച കുണ്ടല ദാനവീര മഹായോധ സർവശ്രേഷ്ഠ കർണഃ. ഈ മന്ത്രം മിത്രങ്ങളെ സംരക്ഷിക്കാനും സുഹൃത്തുക്കളുടെ കൂടെ നിൽക്കാൻ വേണ്ടി ഒക്കെ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ അത് പ്രയോജനം ഉണ്ടാകുന്നതാണ്. ഈ മന്ത്രത്തിന് ഒരുപാട് ശക്തി, ഒരുപാട് അർത്ഥമുള്ള മന്ത്രമാണ്. അപ്പം മഹാഭാരതത്തിലെ ഏറ്റവും ആർക്കും മറക്കാൻ പറ്റാത്ത ഒരാളാണ് കർണൻ. കർണൻ്റെ ആ ഒരു വ്യക്തിത്വവും കർണൻ്റെ ആ ഒരു സ്ഥാനവും എന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. അത്ര വലിയൊരു മഹാനായൊരു യോദ്ധാവായിരുന്നു കർണൻ. കർണനെ പോലെ ആകാൻ അർജുനനോ ആർക്കും അതൊരിക്കലും സാധിക്കത്തില്ല. കർണൻ മരിച്ചു പോയെങ്കിൽ പോലും എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അപ്പം കർണനെ ഇഷ്ടമുള്ളവർ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള കൂട്ടുകാരെ ടാറ്റ.